ഹായ് ഫ്രണ്ട്സ്, എന്താണ് എ വൈ, എന്താണ് പി വൈ? ഇതാണ് ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പലർക്കും മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഈ സ്ക്രീനിൽ കാണുന്ന പോലത്തെ മെസ്സേജിൽ എഴുതിയിട്ടുണ്ട് എ വൈ 2023 to 2024 എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഇത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട അടുത്ത സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് ശേഷമല്ലേ, അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടാണോ ഈ SMS വന്നിട്ടുള്ളത് എന്നുള്ളത്. ആക്ച്വലി അങ്ങനെയല്ല. ഈ ഇൻകം ടാക്സ് ആക്ടിൽ 2 ഇയേഴ്സിനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് PY, ഒന്ന് AY. ഇത് രണ്ടും എന്താണെന്ന് പറയാം. നമുക്ക് തൽക്കാലം ഒരു സാമ്പത്തിക വർഷം എടുക്കാം, 2022-23 സാമ്പത്തിക വർഷം. ഈ ഒരു സാമ്പത്തിക വർഷത്തെ നമുക്ക് പ്രീവിയസ് ഇയർ എന്ന് പറയാം. ഓക്കെ, ഇത് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഇനി ഈ ഒരു സാമ്പത്തിക വർഷം ഏൺ ചെയ്ത ഇൻകം നിങ്ങൾ ടാക്സ് ചെയ്യേണ്ടത് അടുത്ത സാമ്പത്തിക വർഷത്തിലാണ്. അതായത് 2023-24 സാമ്പത്തിക വർഷമാണ്. ഇതിനെ പറയുന്ന പേരാണ് അസസ്മെൻറ്റ് ഇയർ. വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഇൻകം ഏൺ ചെയ്ത 2022-23 സാമ്പത്തിക വർഷത്തിൽ ഏൺ ചെയ്ത ഇൻകത്തിനെ ടാക്സ് ചെയ്യുന്നത് അടുത്ത സാമ്പത്തിക വർഷമായ 2023-24 സാമ്പത്തിക വർഷത്തിലാണ്. ഇതിന് അസസ്മെൻറ്റ് ഇയർ എന്നും പറയും. ഈ ഒരു പീരീഡിലെ പ്രീവിയസ് ഇയർ എന്നും പറയും. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ അസസ്മെൻറ്റ് ഇയറും പ്രീവിയസ് ഇയറും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോക്ക് എന്നെ ഫോളോ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ ഫായിസ് മുഹമ്മദ്.